വിജയ്ക്കെതിരെ വൻ നീക്കം, ഭാര്യ രാഷ്ട്രീയ എതിരാളിയാകും. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്കെതിരെ വലിയ രാഷ്ട്രീയ നീക്കം നടത്തുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അദ്ദേഹത്തിന് എതിരാളിയായി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തന്നെ രംഗത്ത് കൊണ്ടുവരാൻ ആണ് BJPയുടെ നീക്കമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. വിജയുടെ ഭാര്യ സംഗീത സ്വർണലിംഗം അദ്ദേഹത്തിന് എതിരായി വിവാഹമോചന കേസ് നൽകിയിരിക്കുകയാണ്. അതിന് കാരണമായി പറയപ്പെടുന്നത് വിജയും നടി തൃഷയുമായിട്ടുള്ള ബന്ധമാണ്. വർഷങ്ങളായി വിജയും തൃഷയും തമ്മിൽ പ്രണയബന്ധത്തിലാണെന്നുള്ള ഗോസിപ്പുകൾ പുറത്തു വരുന്നുണ്ട്. അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ വിജയ്ക്കൊപ്പം എപ്പോഴും തൃഷയെ നമുക്ക് കാണാം. വിജയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുൻനിരയിൽ തന്നെ തൃഷ ഉണ്ടായിരുന്നു. അങ്ങനെ വിജയും തൃഷയും തമ്മിലുള്ള ഗോസിപ്പുകളുടെ ഉച്ചകോടിയിലെത്തിയപ്പോഴാണ് ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ള അന്വേഷണം ഭാര്യ നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാവാം അവർ ഇത്രയും നാളത്തെ ഏതാണ്ട് 30 വർഷത്തെ വിവാഹ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി കുടുംബ കോടതിയിൽ വിവാഹമോചന ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. എത്രയും വേഗം വിവാഹമോചനം നൽകണമെന്നാണ് സംഗീത സ്വർണലിംഗത്തിൻ്റെ ആവശ്യം. സംഗീത സ്വർണലിംഗം ശ്രീലങ്കൻ വ്യവസായിയായിട്ടുള്ള ഒരാളുടെ മകളാണ്. ലണ്ടനിലാണ് അവർ സ്ഥിരമായ താമസം. അവർ ജനിച്ചു വളർന്നൊക്കെ തന്നെ ലണ്ടനിലാണ്. അങ്ങനെ വിജയുമായിട്ടൊരു ഷൂട്ടിങ്ങിനിടയിലാണ് ഇവർ തമ്മിൽ കാണുന്നത്. പിന്നീട് സംഗീത വിജയെ കാണാൻ വേണ്ടി നിരന്തരമായി ചെന്നൈയിലേക്ക് വരുന്നു. ലണ്ടൻ ടു ചെന്നൈയാണ് അവരുടെ യാത്ര. അങ്ങനെ വിജയുമായി പ്രണയത്തിലാകുന്നു. ഒടുവിൽ 1999 വിജയ് സംഗീതയെ കല്യാണം കഴിക്കുന്നത്. ജെയ്സൺ, ദിവ്യ എന്നീ 2 മക്കളാണ് ഇവർക്കുള്ളത്. ഈ സംഗീതയും 2 മക്കളും അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് മാത്രമല്ല, തൃഷയെ വിജയുടെ മാതാപിതാക്കൾ വളരെ കരുതലോടുകൂടി ആ ചടങ്ങിൽ അവരെ കരുതുന്നത് നമുക്ക് കാണാം, അവരോട് ഇടപെടുന്നത് കാണാം. അങ്ങനെ വിജയും തൃഷയും തമ്മിൽ ഉള്ള ബന്ധം MGR ജയലളിത ബന്ധം പോലെ എന്ന രീതിയിൽ വലിയ തരത്തിലെ ഗോസിപ്പ് കോളങ്ങൾക്ക് ഇടം പിടിക്കുകയും അങ്ങനെയുള്ള മഞ്ഞ വാർത്തകൾ വരികയൊക്കെ ചെയ്ത പശ്ചാത്തലത്തിലാണ് സംഗീത സ്വർണലിംഗം ഈ വിവാഹ മോചനത്തിന് ഹർജി കൊടുക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു നീക്കം എന്ന് പറയുന്നത് വിജയുടെ എതിരാളിയായി, രാഷ്ട്രീയ എതിരാളിയായി സംഗീത സ്വർണലിംഗത്തെ തമിഴ്നാട്ടിലേക്ക് ലോഞ്ച് ചെയ്യാനാണ് BJPയുടെ നീക്കമെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. സിയായത്ത് ഡെയിലി എന്ന് പറയുന്ന ഒരു പത്രമാണ് ഇത് പ്രധാനമായിട്ടും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാർത്ത വന്നതോടുകൂടി ദക്ഷിണേന്ത്യയിൽ ആകെ തന്നെ ഈ ഒരു ഗോസിപ്പ് പടർന്നു പിടിച്ചിരിക്കുന്നു. അതായത് വിജയ്ക്ക് എതിരാളിയായി BJP ഭാര്യയായ സംഗീത സ്വർണലിംഗത്തെ എതിരാളിയാക്കി കൊണ്ടുവരുന്നു. അതിന് ഒരു യുക്തി കൂടിയുണ്ട്. കാരണം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ ഇന്ന് രാജിവെച്ചതേ ഉള്ളൂ. പ്രാഥമിക അംഗത്വം അദ്ദേഹം രാജിവെച്ചു. 2021 അണ്ണാമലൈ IPS ഉദ്യോഗം വലിച്ചെറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ അത് തമിഴ്നാട്ടിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ ആകെയുള്ള കാവ്യ രാഷ്ട്രീയത്തിന് വലിയ പ്രചോദനമാണ് ഉണ്ടായത്. അണ്ണാമലൈക്ക് വലിയ തോതിലെ ഒരു ആരാധക വൃന്ദത്തെ തമിഴ്നാട്ടിന് അകത്തും ദക്ഷിണേന്ത്യയിലാകെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ പല ജനകീയമായിട്ടുള്ള ഇടപെടലുകൾ എന്ന് മാത്രമല്ല തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ശൈലിക്ക് അനുയോജ്യമായിട്ടുള്ള സിനിമാറ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ താൻ ഈ BJPയെ അധികാരത്തിലെത്തുന്ന വരെ ചെരുപ്പിടില്ല, അതേപോലെ സ്വയം ചാട്ടവാറിന് അടിച്ചുകൊണ്ട് BJP അധികാരത്തിലെത്തും വരെ താൻ ഇത്തരത്തിലുള്ള നടപടികളുമായി പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തമിഴ്നാട്ടിലെ സിനിമയും രാഷ്ട്രീയവും തമ്മിൽ കലർന്നു നിൽക്കുന്നത് പോലെ അങ്ങനെയുള്ള ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ സിനിമാക്കാരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സിനിമാ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നവരെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള സിനിമാറ്റിക് ആയിട്ടുള്ള ചില നീക്കങ്ങളാണ് അണ്ണാമലയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ചെരുപ്പിടാതിരിക്കുക, ഈ പറഞ്ഞതുപോലെ ചാട്ടവാർ കൊണ്ട് സ്വയം അടിക്കുക. അങ്ങനെ അണ്ണാമലയെ വലിയ ഒരു രാഷ്ട്രീയ വൃന്ദത്തെ, ആരാധക വൃന്ദത്തെ നേടിയെടുത്തു. പക്ഷേ അദ്ദേഹത്തിന് നിരാശയായിരുന്നു ഫലം. ഒരു കാരണവശാലും BJPയും DMKയും തമ്മിൽ സഖ്യമുണ്ടാക്കാൻ പാടില്ല എന്നായിരുന്നു അണ്ണാമലയുടെ ദേശീയ നേതൃത്വത്തിലുള്ള ഒരു അഭ്യർത്ഥന. പക്ഷേ അണ്ണാമലയുടെ ആ നിർദ്ദേശം ദേശീയ നേതൃത്വം തള്ളിക്കളയുകയും BJPയും DMKയും തമ്മിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിലേർപ്പെട്ട് മത്സരിക്കുകയും ചെയ്തു. അതോടുകൂടി അണ്ണാമലൈ വലിയ മൗനത്തിലായി. കാരണം അണ്ണാമലയുടെ കാലത്ത് 11.6% വരെ BJPക്ക് വോട്ട് ഉയർത്താൻ കഴിഞ്ഞു. പക്ഷേ അണ്ണാമലൈ നിശബ്ദനായപ്പോഴേക്കും വോട്ട് ശതമാനം 2.64 ആയി
കുത്തനെ ഇടിഞ്ഞു. അങ്ങനെ അണ്ണാമലൈ ഇന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിക്ക് തൻ്റെ രാജിക്കത്ത് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത നീക്കം എന്താണെന്ന് അറിയില്ല. അദ്ദേഹത്തിന് വേണ്ടി കോയമ്പത്തൂരിലടക്കം വലിയ രീതിയിലെ ഫ്ലെക്സുകളൊക്കെ, വലിയ ഹോർഡിങ്സുകളൊക്കെ ഇന്ന് പ്രത്യക്ഷപ്പെട്ടു. അങ്ങയോടൊപ്പം ഞങ്ങളുണ്ട് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആരാധക കൂട്ടായ്മയാണ് അത്തരം ഹോർഡിങ്സുകളൊക്കെ വെച്ചത്. മക്കൾ നീതിശക്തി എന്നൊക്കെ പറയുന്ന ഒരു പുതിയ പാർട്ടി അദ്ദേഹം ഉണ്ടാക്കുമെന്ന് പറയുന്നു. ആ മക്കൾ നീതിശക്തിയല്ല, മക്കൾ ശക്തി എന്ന് പറയുന്നു. അങ്ങനെ പല തരത്തിലുള്ള വാർത്തകൾ അണ്ണാമലയുമായി ബന്ധപ്പെട്ട് വരുന്നു. അണ്ണാമലൈ ഇന്ന് രാജിവെച്ചിരിക്കുന്നു. അതാണ് സംഗീതയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യം. അതായത് BJPയുടെ നേതൃസ്ഥാനത്തേക്ക് സംഗീതയെ അവരോധിക്കാനുള്ള നീക്കം നടക്കുന്നു. തമിഴിലെ പ്രമുഖ നടിയും BJP നേതാവുമായിട്ടുള്ള ആ ഒരു നടിയെ വെച്ചുകൊണ്ടാണ്, ഇടനിലക്കാരിയായി വെച്ചുകൊണ്ടാണ് BJP സംഗീതയെ ബന്ധപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അണ്ണാമലയ്ക്ക് പകരം BJP അധ്യക്ഷയാക്കിക്കൊണ്ട് വലിയ തോതിൽ BJPക്ക് വിജയ്ക്കെതിരെ തമിഴ്നാട്ടിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഒരു വാദം. രണ്ടാമത്തെ വാദം, വിജയ് 2 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്. അതിലെ ട്രിച്ചി മണ്ഡലത്തിൽ അദ്ദേഹം രാജിവെക്കും. 2ഇടത്തും അദ്ദേഹം വിജയിച്ചു. ട്രിച്ചി മണ്ഡലത്തിൽ അദ്ദേഹം രാജിവെച്ച് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ BJP സംഗീതയെ TVKക്കെതിരായി, അതായത് വിജയുടെ രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായി അവിടെ ട്രിച്ചിയിൽ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് രണ്ടാമത്തെ വാദം. ഈ 2 വാദങ്ങളാണ് പ്രധാനമായും സംഗീതയുമായി ബന്ധപ്പെട്ടുവരുന്നത്. അതായത് വിജയ്ക്ക് എതിരായി ഇപ്പോൾ നിലവിൽ ആരും തന്നെ ഇല്ല. DMKയുടെ ശക്തി ക്ഷയിച്ചു, അതേപോലെ തന്നെ മറ്റ് ദ്രാവിഡ പാർട്ടിയുടെ ഒക്കെ തന്നെ ശക്തി ക്ഷയിച്ചു. അണ്ണാ DMK നമുക്കറിയാവുന്ന പോലെ പിളർന്നു മാറി. അങ്ങനെ TVKക്ക് എതിരാളികളില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം മുതലെടുക്കാൻ വേണ്ടി BJP ശ്രമിക്കുന്നു. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് വിജയ്ക്ക് എതിരായി നിൽക്കുന്ന, വിജയുമായി പിണങ്ങി വിവാഹമോചനത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഭാര്യയെ ഇത്തരത്തിൽ BJP നേതൃത്വം അവിടെ അവരോധിക്കാനുള്ള ശ്രമം നടക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇതിൽ എത്രത്തോളം നമുക്ക് യാഥാർത്ഥ്യമുണ്ട് എന്ന് അറിയാൻ കഴിയില്ല. പക്ഷേ യുക്തിഭദ്രമായി നോക്കുമ്പോൾ ഇതിനുള്ള സാധ്യതയുണ്ട്. അതിൽ സംഗീത ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അവരുടെ മനസ്സെന്താണെന്ന് അറിയില്ല. അവർ അങ്ങനെ BJPയോട് അനുകൂലമായി പ്രതികരിക്കുമെന്ന് അറിയില്ല. അവരുടെ മേഖല വേറെയാണ്. അവിടെ വലിയ ഒരു വ്യവസായ കുടുംബത്തിലെ അംഗമാണ് സംഗീത. ലണ്ടനിൽ വർഷങ്ങളായിട്ട് കഴിയുന്ന അവർക്ക് രാഷ്ട്രീയവുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. പക്ഷേ BJP വിചാരിച്ചാൽ ഒരു പക്ഷേ അവരെ ഇത്തരത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ ആയേക്കും എന്നാണ് BJP വൃത്തങ്ങൾ പറയുന്നത്. BJP വൃത്തങ്ങൾ പ്രതീക്ഷയും അതാണ്. അത്തരത്തിലാണ് സിയാസത്ത് ഡെയിലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇതൊരു ഉറച്ച ഒരു നിലപാടോ ഒന്നുമല്ല. ഇത്തരത്തിലുള്ള സാധ്യതകളാണ് ഈ പത്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അത് എത്രത്തോളം യാഥാർത്ഥ്യമാകും, അതിലെത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഒന്നും അറിയില്ല. പക്ഷേ യുക്തിഭദ്രമായി നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില സാധ്യതകൾ BJP അവിടെ കാണുന്നു. കാരണം അവിടെ BJP നേതാവായിട്ടുള്ള ഒരു നടിയുണ്ട്. ആ നടിയുടെ ഇടനിലക്കാരിയാക്കിക്കൊണ്ടാണ് സംഗീതയെ ഇത്തരത്തിലുള്ള ഒരു സാധ്യതയിലേക്ക് വരുന്നത്. സംഗീതയാകട്ടെ വിജയുമായി പൂർണ്ണമായും പിണങ്ങിപ്പിരിഞ്ഞ് എതിരാളിയായി, ജീവിതത്തിൽ എതിരാളിയായി നിൽക്കുന്ന ആളാണ്. അങ്ങനെ ജീവിതത്തിൽ എതിരാളിയായി നിൽക്കുന്ന ഭാര്യയായിട്ടുള്ള സംഗീതയെ രാഷ്ട്രീയ എതിരാളിയാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളൊരു പരീക്ഷണത്തിലാണ് BJP എന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് BJP പോലും ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഈ ഒരു പത്രത്തിലെ വാർത്ത മാത്രമാണ് ഇതിന് ആധാരം. ഈ ഒരു വാർത്ത വന്നതോടുകൂടി ദക്ഷിണേന്ത്യയിലാകെ തന്നെ ഇത്തരമൊരു രാഷ്ട്രീയ സാധ്യതയെക്കുറിച്ച്, തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാധ്യതയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. അത്തരത്തിലുള്ള ചർച്ചകൾ വലിയ തോതിൽ നടക്കുന്നുണ്ട്. എന്നാൽ BJP ആകട്ടെ സംഗീതയാകട്ടെ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല.